എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യസഭയിലും ലോക്സഭയിലും ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ബി ജെ പി എന്തുകൊണ്ട് വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയെടുത്തില്ല? നമുക്കറിയാം, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും പല ബില്ലുകളും അവർ പാസ്സാക്കിയെടുത്തു. നമുക്കറിയാം, ബി ജെ പിയെ നഖശികാന്തം എതിർക്കുന്ന പല പാർട്ടികളിലും ബി ജെ പിക്ക് അദൃശ്യമായൊരു പിടിയുണ്ട്. ഇൻ കേസ് അവർക്ക് ഏതെങ്കിലും എം പിയുടെ സപ്പോർട്ട് വേണം, 10-20 എം പിമാരെ സപ്പോർട്ട് പ്രതിപക്ഷത്തിന് വേണമെന്ന് വിചാരിച്ചാൽ ബി ജെ പിക്ക് പുഷ്പം പോലെ അത് സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, അമിത്ഷായുടെ ചാണക്യബുദ്ധി, നരേന്ദ്രമോദിയുടെ തന്ത്രം, ഇതൊക്കെ കൂടി ചേരുമ്പോൾ അവർക്ക് ആരെ സ്വാധീനിക്കുക? എല്ലാ പാർട്ടികളും, രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അമിത്ഷായ്ക്കും ഒരു അദൃശ്യമായ പിടിയുണ്ട്. ഏതവസരത്തിലും എന്ത് സഹായം വേണമെന്നും അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ സഹായം ചെയ്തു തരുന്ന എം പിമാരാണ് ബി ജെ പിയെ നഖശികാന്തം എതിർക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. എന്നിരിക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ രാജ്യത്തെ ജനങ്ങളെ പ്രത്യക്ഷമായി ബാധിക്കുന്ന ഈ വഖഫിൻ്റെ മേലുള്ള പല കളികളിലും അത് നിയന്ത്രിക്കാൻ വേണ്ടി വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിലും രാജ്യസഭയിലും പാസ്സാക്കിയെടുക്കാതെ എന്തുകൊണ്ട് JPCയുടെ മുന്നിലേക്ക് വച്ചു കൊടുത്തത്? നമുക്കറിയാം, ഇവിടെ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കിയപ്പോൾ രാജ്യത്ത് പലവിധ പ്രക്ഷോഭങ്ങളും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം സൃഷ്ടിച്ചിരുന്നു. നമുക്കറിയാം, പൗരത്വ ഭേദഗതി ബില്ലിൽ രാജ്യത്ത് വിദേശ ശക്തികളുടെ ഒരുപാട് കോടികൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകൾ ഒരുപാട് കോടികൾ ഒഴുക്കിയിടുന്നു, വിദേശത്തെ പണമൊഴുക്കി രാജ്യത്ത് ആ കലാപം, ആ സമരം ആളിക്കത്തിച്ചിരുന്നു. നമുക്കറിയാം, രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഒരു തരത്തിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കാത്ത ഒരു കാര്യമാണ് പൗരത്വ ഭേദഗതി ബിൽ. നമുക്കറിയാം, നമ്മുടെ അയൽരാജ്യങ്ങളിൽ മതപരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന അവിടുത്തെ മൈനോറിറ്റീസിന് ഇവിടെ പൗരത്വം കൊടുക്കാമെന്നുള്ള ഒരു നിയമമാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ. എന്നിരിക്കെ അത്തരത്തിലെ സത്യമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുസ്ലിങ്ങളിൽ അകാരണമായ ഭീതി പരത്തി. നമുക്കറിയാം, പൗരത്വ ഭേദഗതി ബിൽ RSS അജണ്ടയാണ്, ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചിരുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലേക്ക് കടത്തും, നമ്മളൊക്കെ ഇവിടെ വിട്ട് പോകേണ്ടി വരും, നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ടി വരും, നമ്മുടെ ബാപ്പയുടെ പൗരത്വം തെളിയിക്കണം, ഇല്ലെങ്കിൽ നമ്മളൊക്കെ രാജ്യം വിട്ടു പോകേണ്ടി വരും എന്നാണ് അന്ന് ആ സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, എന്തിന് CPM പോലും കേരളത്തിലെ ജനങ്ങളോട് നുണ പ്രചരിപ്പിച്ചത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ പല മുസ്ലിങ്ങളും അവരുടെ ആ കുപ്രചനങ്ങൾ വീഴുകയും അവർ ഒന്നടങ്കം ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. നമുക്കറിയാം, രാജ്യത്തെ മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത ബില്ലാണ് അന്നുണ്ടായത്. നമുക്കറിയാം, BJPക്ക് ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങൾ ഹാൻഡിൽ ആ വിഷയത്തിലാണ് BJP പഠിച്ചത്. ഇത്തരം സെൻസിറ്റീവായ മതപരമായ കാര്യങ്ങൾ, പല നിയമങ്ങളും നിയമ ഭേദഗതിയും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യണം എന്ന് അതിൽ നിന്നാണ് BJPക്ക് മനസ്സിലായത്. പൗരത്വ ഭേദഗതി ബിൽ ഡൽഹിയിൽ കൊടികുത്തി വാഴുമ്പോൾ ഷഹീൻ ബാഗിലൊക്കെ ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് അവർ മാസങ്ങളോളം സമരം നടത്തിയത്. നമുക്കറിയാം, അതിനൊക്കെ പിന്നിൽ കത്തിച്ചതും പണമൊഴുക്കിയതും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ, ജിഹാദികളാണെന്ന് നമുക്ക് പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. ശരിക്കും അവർ പൗരത്വ ഭേദഗതി ബിൽ കൊണ്ട് BJPക്കും രാജ്യത്തിനും ഉണ്ടായ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഇത്തരം ജിഹാദികളെ ശരിക്കും എക്സ്പോസ്ഡായി അവർ പൊതുജന മധ്യത്തിൽ ശരിക്കും എക്സ്പോസ്ഡായി. അവർ ആദ്യം പൗരത്വ ബില്ലിനെതിരെ പല മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് വന്നു. പക്ഷേ അത് പുരോഗമിക്കുമ്പോൾ ഹിന്ദുവിനെതിരെയും ഹിന്ദുത്വ ഹിന്ദുത്വത്തിനെതിരെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ത്യ വിഭജിക്കണം എന്ന രീതിയിലേക്ക് പോലുള്ള മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി. അപ്പോൾ ഇതിൽ നിന്ന് BJPക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം മതപരമായ സെൻസിറ്റീവായ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷ്മതയോടെ കൂടെ കൈകാര്യം ചെയ്യണം. അത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ കത്തിക്കാൻ ഉപയോഗിക്കുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. പിന്നെ അത് കഴിഞ്ഞ് കർഷക സമരം, നമുക്കറിയാം, കർഷക സമരം ഇവിടുത്തെ കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് വിപണിയിൽ ഇറക്കുകയും അതിൻ്റെ സാമ്പത്തിക ലാഭം അവർക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ബില്ലാണത് ശരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കർഷകരെ നുണ പറഞ്ഞ് വഞ്ചിക്കുകയും അവരെ കൂടി, അതായത് ഈ ബില്ലിൻ്റെ ഉപഭോക്താക്കൾ ആവേണ്ട കർഷകർ തന്നെ ആ സമരത്തിൻ്റെ ഭാഗം ആയി എന്ന് നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, വിദേശ ശക്തികൾ, വിദേശ മൂലധനം ഉപയോഗിച്ച് ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാം. നമുക്കറിയാം, ഡീപ് സ്റ്റേറ്റ് ഏജൻസിക്ക് എങ്ങനെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഏജൻസിക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ പല കാര്യങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, വഖഫ് പോലുള്ള ബില്ല് BJP ഈസിയായി പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് BJP JPCക്ക് മുന്നിലേക്ക് വച്ചുകൊടുത്തത്. പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇങ്ങനെ കത്തിക്കാനുള്ളൊരു അവസരം നിഷേധിക്കുകയായിരുന്നു BJP ചെയ്തത്. ശരിക്കും ഇത് അമിത്ഷായുടെയും മോദിയുടെ ഒരു
ഒരു ചാണക്യ ബുദ്ധി തന്നെയാണ്. അതായത് ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ട് പോലും JPCക്ക് മുന്നിലേക്ക് വെച്ചുകൊടുത്തത് അവരുടെ ചാണക്യ ബുദ്ധി തന്നെയാണ്. ഇപ്പോൾ അതുമാത്രമല്ല, BJP ലക്ഷ്യം വെക്കുന്നത്, BJPയും RSSും ലക്ഷ്യം വെക്കുന്നത് ഈ ബില്ല്, ഈ വഖഫ് ഭേദഗതി ബിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കോലാഹലങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ കാണുന്ന കോലാഹലങ്ങൾ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഈ JPCയിൽ ഇനി വരും ദിവസങ്ങളിൽ ഭീകരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്യും. നമുക്കറിയാം, ദേശീയ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ദിവസമായി ഈ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തും ഇപ്പോൾ ഹോട്ട് ടോപ്പിക്കാണ് ഈ വഖഫ് ഭേദഗതി ബിൽ. അപ്പോൾ എല്ലാ സംസ്ഥാനത്തും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും, അതായത് ഞങ്ങൾക്കറിയാം ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഞങ്ങൾക്കൊക്കെ, അവരൊക്കെ ആ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ, കേരളത്തിൽ ഇങ്ങനെ വഖഫിൻ്റെ മേലുള്ള പല പ്രശ്നങ്ങളും ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പോലും ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇപ്പോൾ കേരളത്തിലാണ് അത് മൂർച്ഛിച്ചിരിക്കുന്നത്. കേരളം, കർണാടക, ഇങ്ങനെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും അത് പടർന്ന് പന്തലിക്കും. ശരിക്ക് BJPയുടെ ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ശരിക്കും ബാധിക്കുന്നത് കോൺഗ്രസിനെ തരിപ്പണമാക്കും, കോൺഗ്രസിനെ എക്സ്പോസ് ചെയ്യും. കോൺഗ്രസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അമിത്ഷായും BJPയും RSSും ഈ തീരുമാനം എടുത്തത്. അതായത് പറഞ്ഞില്ലേ, ഇവർക്ക് പാസ്സാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും അവർ JPCയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തത് രാജ്യം ചർച്ച ചെയ്യണം. കോൺഗ്രസിൻ്റെ കിരാത നടപടി, അതായത് ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി അവർ നേരത്തെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു ഈ വഖഫ് എന്ന് പറയുന്ന പരിപാടി. ശരിക്കും കോൺഗ്രസ് എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് രാജ്യത്തുടനീളം. കോൺഗ്രസിൻ്റെ ആ കാപട്യം, അതായത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ സ്കെച്ച്, അത് ശരിക്കും രാജ്യത്തെ ജനങ്ങൾ വരും ദിവസങ്ങൾ ചർച്ച ചെയ്യും. വളരെ ഭീകരമായി ചർച്ച ചെയ്യും. അത് BJPയുടെ ഒരു ചാണക്യ ബുദ്ധി തന്നെയാണ്. ഇതിൽ നിന്ന് ശരിക്കും നടുവൊടിയുന്നത് മുസ്ലിം വോട്ട് വാങ്ങിന് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് രാജ്യത്തെ ഭരണം കയ്യിലൊതുക്കാമെന്ന് വ്യാമോഹിക്കുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയും കോൺഗ്രസും തന്നെയാണ് അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ രാജ്യത്ത് ഇത് വൻ ചർച്ചയാവും. നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ കാണുന്നവർക്ക് ഒരു സാമ്പിളാണ്. അതായത് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് വഖഫിൻ്റെ കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് ഇന്ത്യ ഒട്ടാകെ പാൻ ഇന്ത്യൻ ലെവലിൽ ഇത് ചർച്ച ചെയ്യും. ഇതിന് കൂടുതൽ ബാധിക്കുന്നത് ശരിക്കും ഇവിടുത്തെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണ്. നമുക്കറിയാം, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണ് അമിതമായി മുസ്ലിം വോട്ട് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് രാജ്യത്തെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ശരിക്കും അവരുടെ തലക്ക് കിട്ടാൻ പോകുന്ന ഒരു അടിയായിരിക്കും ഇത് തന്നെ. ശരിക്കും കോൺഗ്രസിൻ്റെ നടുവൊടിക്കും. കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് വേരോടെ പിഴുതെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് BJPയും മോദിയും അമിത്ഷായും ലോകസഭയിലും രാജ്യസഭയിലും പാസ്സാക്കാതെ JPCയുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കാത്തിരിക്കാം. ഇനി സംഭവിക്കാൻ പോകുന്നത് 2029 ഇപ്പോൾ ഓൾറെഡി RSSും യോഗിയും മോദിയൊക്കെ പരസ്യമായി പറഞ്ഞു, ഹിന്ദുക്കൾ ഒന്നിക്കണം, ഹിന്ദു യൂണിറ്റി ഉണ്ടാവണം, എന്നിരുന്നാലേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്ന പരസ്യമായ നിലപാടിലേക്ക് BJPയും RSSും കടന്നിരിക്കുകയാണ്. 2029 ഇതിൻ്റെ ഏറ്റവും കൂടുതലും ഇത് കത്തി നിൽക്കുന്നത്, ഇത് പീക്കിൽ എത്തുന്നത് 2027 ഉത്തർപ്രദേശ് ഇലക്ഷനിലായിരിക്കും. 2027 നടക്കുന്ന ഉത്തർപ്രദേശ് അസംബ്ലി ഇലക്ഷനിൽ ഈ കാര്യങ്ങൾ കത്തിക്കും. BJP എന്തായാലും കത്തിക്കും. അതിന് നേട്ടം അവർ കൊയ്യുകയും ചെയ്യും. അതുമാത്രമല്ല, 2029 പാർലമെൻറ്റ് ഇലക്ഷനിൽ യോഗി ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന് പറയപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പിലും BJP ഇത് കത്തിക്കും. അന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ടോപ്പിക്കായിരിക്കും ഈ വഖഫ് ഭേദഗതി നിയമം. അപ്പോൾ ശരിക്കും ഇത് എക്സ്പോസ്ഡ് ആയി പോകുന്ന കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ്സാണ് ഇത്തരം കിരാതമായ നടപടികളുടെ രാജ്യം ഇസ്ലാമിനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് തീരെഴുതി കൊടുത്താൽ നേരത്തെ അവർ ചെയ്ത കിരാതമായ നടപടിയായിരുന്നു. രാജ്യം അത് ചർച്ച ചെയ്യും. കോൺഗ്രസിന് നടുവടിക്കും. കോൺഗ്രസിന് വേരോടെ പിഴുതെറിയും രാജ്യത്തെ ജനങ്ങൾ. നിങ്ങൾ തീരുമാനിക്കുക. ശരിക്കും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കുക, ഈ വഖഫ് ബില്ല് ശരിക്കും കോൺഗ്രസ് രാജ്യത്തോട് ചെയ്ത് ഏറ്റവും വലിയ ചതിയല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ കാണാം.